കറുത്ത നിറത്തിലുള്ള ബാനറുകളാണ് ഉയർത്തിയത്. ശാഖയിൽ പഠിച്ചത് ശാഖയിൽ മതിയെന്നും സർവകലാശാലയിൽ വേണ്ടെന്നും ചാൻസലർ ആരാ രാജാവോ RSS നേതാവോ എന്നുമുള്ള പോസ്റ്ററുകളും സർവകലാശാലയിൽ SFIക്കാർ പതിച്ചിട്ടുണ്ട്. സർവകലാശാലയിൽ എത്തുന്ന ഗവർണർക്ക് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്നാണ് SFIക്കാർ ബാനർ ഉയർത്തിയത്. കോഴിക്കോട്ടെ വിവിധ പരിപാടികൾ പങ്കെടുക്കാനെത്തുന്ന ഗവർണർ SFIയെ വെല്ലുവിളിച്ച് 3 ദിവസം സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് തീരുമാനിച്ചത്. വിവിധ സർവകലാശാലകളിലേക്ക് സംഘപരിവാർ അനുകൂലികളെ നോമിനേറ്റ് ചെയ്തതാണ് SFI പ്രതിഷേധത്തിന് കാരണം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുള്ള സുരക്ഷ ശക്തമാക്കണമെന്ന് പോലീസ് മേധാവി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തുണ്ടായ സംഭവങ്ങളും ഗവർണർ നൽകിയ കത്തും കണക്കിലെടുത്താണിത്. ഗവർണറുടെ വാഹന വ്യൂഹത്തിൽ 3 പൈലറ്റ് വാഹനങ്ങൾ കൂടി അധികമായി ഉൾപ്പെടുത്തും. സഞ്ചാരപാതയിൽ കൂടുതൽ സുരക്ഷയൊരുക്കും. പ്രധാന പാതയിൽ എന്തെങ്കിലും പ്രശ്നസാധ്യതയുണ്ടായാൽ പകരം റൂട്ടുകൾ കൂടി നിശ്ചയിക്കും. സഞ്ചാരപാത രഹസ്യമായിരിക്കാനും നടപടിയുണ്ടാകും. തലസ്ഥാനത്ത് ഗവർണർക്ക് നേരെ പ്രതിഷേധമുണ്ടായ ദിവസം റൂട്ട് സംബന്ധിച്ച വിവരങ്ങൾ ചോർന്നതായ ആരോപണം ഉയർന്നതിനെ തുടർന്നാണിത്. കടന്നുപോകുന്ന വഴികളിൽ പ്രശ്നസാധ്യതയുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരെ തിരിച്ചറിഞ്ഞ് നിരീക്ഷണത്തിലാക്കും. വാഹനത്തിൽ നിന്നിറങ്ങി ഗവർണർ സഞ്ചരിക്കുന്ന സ്ഥലത്തേക്ക് കൂടുതൽ പോലീസുകാരെ നിയോഗിക്കും. പങ്കെടുക്കുന്ന പരിപാടികളിലും കൂടുതൽ പോലീസ് സാന്നിധ്യം ഒരുക്കും. രാജ്ഭവന് പുറത്ത് ഗവർണർ താമസിക്കുന്നിടങ്ങളിൽ കൂടുതൽ പോലീസിനെ നിയോഗിച്ച് കർശന സുരക്ഷ ഒരുക്കാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.